Good morning. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞോ? ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ കുറച്ചൊക്കെ മെസ്സേജ് അയച്ച് നിങ്ങൾ സംസാരിക്കണ്ടല്ലേ? ഓക്കെ, കഴിഞ്ഞു. നിങ്ങളൊരു നല്ലൊരു കണക്ഷൻ ഉണ്ട് അല്ലെ? എല്ലാവരും ഒക്കെ ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഞാൻ കയറുമ്പോ അറിയാം മെസ്സേജുകളിലൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. നേരെ ഡയറക്റ്റ് ക്ലാസ്സിലില്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള അതൊരു എപ്പോഴും നല്ലതാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന എല്ലാവരുമായിട്ടൊരു ഇത് ഒക്കെ നോക്കി നല്ല കാര്യമാണ്. അപ്പൊ നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ പോവായിരുന്നു അല്ലേ? നമുക്ക് ഇൻഷുറൻസ് എത്തിയില്ലല്ലോ അല്ലെ? നമ്മൾ എവിടെ വരെയൊക്കെ എത്തിയായിരുന്നു? നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാൻ പോയിട്ടായിരുന്നു. പകുതി വരെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ എന്താ സംഭവിച്ചേ? എന്നാ ഒന്നാമതേ പ്രോസസിങ് എ ക്ലൈം. നമുക്ക് ആ ക്ലൈം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്? ആദ്യം നമുക്കൊരു സംഭവം ഉണ്ടായപ്പോ എന്ത് ചെയ്തു? നമ്മളത് ഇൻഷുറൻസ് പ്രൊവൈഡറിനെ, ഏജൻസിനെ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ അവരെ അറിയിക്കണം. അതിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ, ദ പ്രോസസ് ഈസ് നോൺ ആസ് റൈസിംഗ് എ ക്ലൈം എന്ന് പറയുന്നത് അല്ലെ? റൈസിംഗ് എ ക്ലൈം നമ്മൾ ആദ്യം അറിയിച്ചു. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ അവിടെ ക്ലൈം ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു അല്ലെ? ഒന്നില്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി, ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ പോയി നമ്മൾ എന്ത് ചെയ്തു? ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അതിനെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ആ സപ്പോർട്ട് എവിഡൻസുകളുടെ കാര്യങ്ങള് നമ്മൾ അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്തു, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തു. വെറുതെ അത് മാത്രം പോരാ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നടന്നാലും ബില്ലുകള്, ഡിസ്ചാർജ് സമ്മറി, അങ്ങനെയുള്ള ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്തു. ഇനി അടുത്ത പോയിന്റിൽ എന്ത് ചെയ്തു? ഇൻഷുറൻസ് പ്രൊവൈഡർ എന്ത് ചെയ്തു? വെറുതെ തരൂല. നമ്മൾ കൊടുത്ത കാര്യമൊക്കെ ശരിയാണോ എന്ന് അവർ എന്ത് ചെയ്തു? ഇവാലുവേറ്റ് ചെയ്തു. അതിന് വാലിഡിറ്റി നോക്കി, ശരിയാണോ എന്നൊക്കെ നോക്കി. ഇനി അത് കൃത്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത എന്താ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്റ്റേറ്റഡ് ഇൻ യുവർ പോളിസി ഈസ് ഫുൾഫിൽ. അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവർ ഇൻഷുറർ ഇനിയിപ്പോ നമുക്ക് കൊടുക്കാതിരിക്കാൻ രക്ഷയില്ല, അവരെല്ലാ കാര്യവും കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്രൂവ് ചെയ്യും അല്ലെ? അവര് ആ ഒരു ക്ലൈമിന് അപ്രൂവ് ചെയ്യും. നമുക്ക് പൈസ അവര് അപ്രൂവൽ ആക്കും. ഇനി ഒരു പ്രാവശ്യം നമ്മൾ അടുത്ത പോയിന്റ് പറഞ്ഞത്, ഒരു പ്രാവശ്യം നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി വേഗം തന്നെ ബെനിഫിറ്റ് നമുക്ക് അല്ലെ ആ പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമുക്ക് തരും. പിന്നെ അത് പേ ഔട്ട് ആയിട്ടാണ്. പേ ഔട്ട് എന്ന് വെച്ചാൽ ക്യാഷ് അല്ലെ? ക്യാഷ് ആയിട്ടാണ്. പേ ഔട്ട് മീൻസ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പറഞ്ഞു, മീൻസ് എ സം ഓഫ് മണി ഗിവൺ ടു പോളിസി ഹോൾഡർ when the claim is accepted അല്ലെ? അത് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് പോളിസി ഹോൾഡറിന് തരുന്ന പൈസയാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. നമ്മൾ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. ഇത്ര പോയിന്റ്സ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞേ? ഓക്കെ. അടുത്ത പോയിന്റിൽ എന്താ നോക്കിയേ? The insurer might be ready to provide an upfront lump sum amount, or it might be stagger the payout as a regular payments depending on the terms of your policy. നമ്മുടെ പോളിസിയിൽ എങ്ങനെയാണോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനെ ബേസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നില്ലെങ്കിൽ ലംസം എമൗണ്ട്. ലംസം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ തുക അല്ലെ? ആ ഒറ്റ തുകയായിട്ട് 5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, അവരെ ഘട്ടമൊന്നും അല്ല. ഒന്നില്ലെങ്കിൽ അത് ലംപ് സം എമൗണ്ട് ആയിട്ട് ഒറ്റ തുകയായിട്ട്, അല്ലെങ്കിലോ അത് റെഗുലർ പേയ്മെന്റ്സിൽ അല്ലെ? അതായത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ ഇത്രയും, പിന്നെ അടുത്ത ഘട്ടത്തിൽ ഇത്രയും, അങ്ങനെ ചിലപ്പോ അങ്ങനെയായിരിക്കും. അത് നമ്മുടെ പോളിസിയിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനെ ബേസ് ചെയ്തിട്ട് തരും. ഇനി അടുത്തൊന്ന് നോക്കിയേ. നെക്സ്റ്റ് പോയിന്റില് ഒന്നില്ലെങ്കിൽ ലംസം എമൗണ്ട് ഒറ്റ തുകയായിട്ട്, അല്ലെങ്കിൽ റെഗുലർ പേയ്മെന്റ് ആയിട്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ ടേംസ് ഓഫ് യുവർ പോളിസി. നമ്മുടെ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് അനുസരിച്ച്. ഇനി ദ ടൈം ഇൻഷുറൻസ് ടേക്ക് ടു കൺഫേം ആൻഡ് പേ ദ ഇൻഷുർഡ് സം ഡിഫർ ഓൺ എ കേസ് ടു കേസ് ബേസിസ്. അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള തുകയിലെ അത് സ്ഥിരീകരിക്കാനും അടയ്ക്കാനും ഒക്കെ ഇൻഷുറർമാർ എടുക്കുന്ന സമയം ഓരോ കേസിന്റെയും അടിസ്ഥാനത്തിൽ വ്യത്യാസമായിരിക്കുന്നു. ചിലത് പെട്ടെന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് നമുക്ക് കിട്ടും. അതാണ്.
ഇൻഷുറൻസ് ചെയ്ത ചിലപ്പോ കുറച്ച് താമസം വരും. ഇൻഷുർ ചെയ്ത തുക സ്ഥിരീകരിക്കാനും അതടയ്ക്കാനും ഇൻഷുറർ എടുക്കുന്ന സമയം ഓരോ കേസിന്റെയും അടിസ്ഥാനത്തിൽ വ്യത്യാസമാണ് അതിന്റെ എടുക്കുന്നത്. ചിലപ്പോ പെട്ടെന്ന് കിട്ടാം, നമ്മൾ കൊടുത്ത ഒരു മാസം ആകുമ്പോഴത്തേക്ക് ചിലപ്പോ നമുക്ക് എമൗണ്ട് കയ്യിൽ കിട്ടാം, ചിലപ്പോ കുറെ നാള് കഴിയണം. ഓക്കെ, case to case basis. Client settlement take only a few days if the documents are in orders. കണ്ടോ, ഈ ഒരു കാര്യമുണ്ട്. ഇനി ഡിലേ ആവണമെന്ന് ചിലപ്പോ നോക്കിയേ, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ഓർഡർ ആണ്, എല്ലാം ക്ലിയർ ആണെങ്കിൽ ഏതാണ് ക്ലൈന്റ് സെറ്റിൽമെന്റ് ടേക്ക് ഓൺലി എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കിട്ടുമെന്ന്. എന്റെ അച്ഛന്റെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ക്ലൈന്റ് സ്റ്റാർ ഹെൽത്ത് ആയിരുന്നു ക്ലൈന്റിന്റെ കാര്യം പറഞ്ഞത്, എമൗണ്ട് കിട്ടിയിട്ടോ 50,000 രൂപ കിട്ടി. അപ്പൊ കഴിഞ്ഞ ദിവസം ബ്രദർ വിളിച്ചപ്പോഴാ പറഞ്ഞത് ക്ലൈന്റിന്റെ എമൗണ്ട് കിട്ടിയിട്ടോന്ന്. അന്ന് പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി കൊടുത്തായിരുന്നേ. എന്നിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ അതിന് നാളായില്ലല്ലോ, പെട്ടെന്ന് കിട്ടി, വലിയ താമസം വന്നില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, ഓർഡർ ആണെങ്കിൽ അത് ക്ലൈന്റ് സെറ്റിൽ ചെയ്യാൻ അധികം സമയമൊന്നും എടുക്കില്ല. ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം കൊണ്ട് തന്നെ എല്ലാം വേഗം ക്ലിയർ ആക്കി തരും. ഇപ്പൊ അതിന് മുന്നേ ഇവിടെ ആരെങ്കിലും കൊടുത്തിട്ടവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു, ചിലർക്ക് കുറച്ച് താമസം വന്നു അല്ലെ, 2 വർഷമായി കിട്ടിയില്ല എന്നൊക്കെ ആരൊക്കെയോ മെസ്സേജ് അയച്ചോന്ന് എനിക്ക് തോന്നി. ഓക്കെ, എന്തായാലും നമുക്കത് ചിലത് അത് പിന്നെ ഒരു പോളിസിനെയൊക്കെ ബേസ് ചെയ്തിട്ടും ഇരിക്കും കേട്ടോ, അതൊക്കെ എങ്ങനെയാന്നുള്ളത്. To make sure that claims are disbursed without delay in the case of necessity, you must look into the insurance trustworthiness of the വിശ്വസ്തത and the customer service record before buying the insurance. ഇനി അത്യാവശ്യ സന്ദർഭങ്ങളില് ഈ ക്ലൈംസ് നമുക്ക് താമസം കൂടാതെ അത് വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് എന്താ നമ്മളൊരു കാര്യം ചെയ്യണം. ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആ ഇൻഷുറൻസിന്റെ വിശ്വസ്തത, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് റെക്കോർഡ്, ഇതെല്ലാരും ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിലേയും കൂടാതെ ക്ലയൻസ് ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അത്യാവശ്യ ഘട്ടത്തില് ഈ ഒരു ഡിലേ ഒന്നും കൂടാതെ ഈ ക്ലൈം വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഇൻഷുറൻസിന്റെ ആ വിശ്വസ്തത, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് റെക്കോർഡൊക്കെ നമ്മൾ ആ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ ഒന്ന് പരിശോധിക്കണം. അപ്പൊ നമുക്ക് ആരോടെങ്കിലും ഒക്കെ ചോദിക്കാലോ, ഇൻഷുറൻസ് അതെടുത്ത് ഇനി പെട്ടെന്ന് കിട്ടുമോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ആയോ, അല്ലെങ്കിൽ താമസം ഉണ്ടാവോ, അതൊക്കെ നമ്മൾ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ആ ഇൻഷുറൻസ് എടുക്കാനായിട്ട്. Nevertheless, if it is necessary that you must reveal all the details about your health and lifestyle habit in your insurer when you buy insurance. നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഇൻഷുററിനോട്, ആ ഏജന്റിന്റെ ആണെങ്കിൽ ഏജന്റിനോട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഇൻഷുറൻസ് കമ്പനിയുടെ നമ്മുടെ എല്ലാ ഹെൽത്തിന്റെ ഡീറ്റെയിൽസ് അവിടെ പറയണത്, അത് നമ്മളവിടെ വെളിപ്പെടുത്തണം. അല്ല, നമ്മുടെ ഇപ്പൊ ഹെൽത്ത് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇങ്ങനെ രോഗമുണ്ട്, ഞാനിങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ അവിടെ വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. The insurer can reject the claim on your policy. ഇൻഷുററിന് ക്ലൈം പോളിസി റിജക്ട് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെ? if you conceal or mistake any fact. ഇനി എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ നുണ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ മറച്ചു വെച്ചു എന്നൊക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മിസ്റ്റേക്ക് ഒക്കെ വന്നാല്, ഇനി ഫാക്ട് എന്തെങ്കിലും കാരണക്കാരെ അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ, ഇപ്പൊ നമ്മളാണെങ്കിലും എന്തെങ്കിലും വസ്തുതകൾ അവരിൽ നിന്ന് മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ഞാൻ റിജക്ട് ക്ലൈം റിജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസിയില്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന അസുഖം ഉണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞില്ലാന്നൊക്കെ പിന്നീട് അതൊക്കെ നോക്കുമ്പോ ഒക്കെയാണ് ഇതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞായില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഷുററിനോട് പറയണം നമ്മൾ ശരിക്കും. ഇനി അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മറച്ചു വെക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലായിട്ട് ആ ക്ലൈം അവര് എന്തെങ്കിലും റിജക്ട് ചെയ്യും. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. The insurer can reject the claim on your policy if you conceal or mistake any fact. എന്തെങ്കിലും വസ്തുതകൾ മറച്ചു വെക്കുക, കൺസീൽ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരികയാണെങ്കിലൊക്കെ
നമുക്ക് ആ ഇൻഷുറൻസ് ക്ലൈം നമ്മുടെ പോളിസി റിജക്ട് ചെയ്യാം. ഇനി ഇവിടെ നോക്കി, ഇതും ഒന്ന് നോട്ട് ചെയ്യാം. എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലൈം പ്രോസസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ബജാജ് അലയൻസ്, ആ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലൈം പ്രോസസ് അവരെങ്ങനെയാണ് ക്ലൈം അവര് നടപ്പിലാക്കണേ എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തേക്കുന്നതാണ്, മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ എന്താണ്, ഫസ്റ്റ് ഒരാക്കളുടെ പടം കണ്ടോ ഏറ്റവും ടോപ്പില് കാണാൻ പറ്റുള്ളൂ. ഞാനത് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാൻ പറ്റുള്ളേ? ഓക്കെ, കാണാൻ പറ്റും. അപ്പോ ഈ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലൈം പ്രോസസ് ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നോക്കിയേ, ഒന്നാമത് ഒരാൾക്കുടെ പടമാണ് കാണിച്ചേക്കുന്നത്. അത് കസ്റ്റമർ ആയിട്ടാണ്. കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ നെറ്റ്വർക്കിനെ കസ്റ്റമർ സമീപിക്കുന്നു. ആദ്യം കസ്റ്റമർ വരികയാണ്, പേഷ്യന്റ് വരികയാണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ നെറ്റ്വർക്കിന് കസ്റ്റമർ സമീപിക്കുന്നു. ഇനി കസ്റ്റമർ വന്നു, എന്നിട്ട് നോക്കിയേ, ഹോസ്പിറ്റൽ എന്ത് ചെയ്തു, വെരിഫൈ ദ കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രീ ഓഡിറ്റ് ബൈ ദ ഫാക്സ്. ഇനി കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ഈ കസ്റ്റമർ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ആദ്യം വന്നു, അതായത് പേഷ്യന്റ് വന്നു, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആ കസ്റ്റമർ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നു. ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു എന്നറിയോ, ആ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് എങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഫാക്സ് മുഖേന അത് ബജാജ് അലയൻസ് കമ്പനിയിലേക്ക് അയക്കുക ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? കസ്റ്റമറിന്റെ ഡീറ്റെയില് വെരിഫൈ ചെയ്യാം. രണ്ടാമത് കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ചുമ്മാ വായിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, കസ്റ്റമർ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബജാജ് അലയൻസ് കമ്പനിയിലേക്ക് അത് ഫാക്സ് മുഖേന ഡീറ്റെയിൽസ് അങ്ങോട്ട് അയച്ചു കൊടുക്കും. ബജാജ് അലയൻസിലേക്ക് ഫാക്സ് മുഖേന ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യും. ഓക്കെ, അയച്ചു. ഇനി അടുത്ത എന്താന്ന് നോക്കിയേ, ബജാജ് അലയൻസ് എന്ത് ചെയ്യും, വെരിഫൈ ദ pre-auth details with the policy benefit and send a response to the hospital. അപ്പൊ അവര് വെറുതെ നമ്മൾ അയച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ക്ലൈം കാര്യമൊന്നുമില്ല. ബജാജ് അലയൻസ് എന്ത് ചെയ്യും, ഈ ഹോസ്പിറ്റലിൽ നിന്ന് അയച്ചു കൊടുത്ത ഡീറ്റെയിൽസ് ഇല്ലേ അത് അവര് വെരിഫൈ ചെയ്യും. എന്നിട്ട് എന്താ പറയുക, പോളിസി ബെനിഫിറ്റ്സ് ആൻഡ് സെൻഡ് റെസ്പോൺസ്. എന്നിട്ട് അവര് അത് വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ആ അവർക്കുടെ റെസ്പോൺസ് തിരിച്ച് അവര് ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കും. അവര് തിരിച്ച് ബജാജ് അലയൻസ് ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കും. ഇനി ആ ഹോസ്പിറ്റലിലേക്ക് അവര് അയച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയായിട്ടായിരിക്കും അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ അപ്രൂവൽ ആയിരിക്കും. നോക്കി, ബജാജ് അലയൻസ് ഇൻഷുറൻസ് കമ്പനി ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അയച്ച ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുമ്പോൾ എല്ലാം ഓക്കെയാണ്, എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, വേഗം അപ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിനൈൽ. ഡിനൈൽ എന്ന് പറഞ്ഞാൽ എന്താ, നിഷേധിക്കുക, അത് റിജക്ട് ചെയ്യും, ക്യാൻസൽ ചെയ്യും അല്ലെ, അത് പറ്റൂല എന്നുള്ളത് ഡിനൈൽ ചെയ്യും. അല്ലെങ്കിൽ അടുത്ത മൂന്നാമത്തെ ക്വറി എന്ന് പറഞ്ഞാൽ എന്താ, അത് പെൻഡിങ് വെക്കും. പെൻഡിങ് വെച്ചാ അത് അവരെ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യാനുണ്ടെന്നുള്ള, കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പെൻഡിങ് ആയിട്ടാണ് വെക്കും. അങ്ങനെയായിരിക്കും, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരിക്കും. അങ്ങനെ 3 രീതിയിലാണ് ഈ ബജാജ് അലയൻസ് ഫോർ വെരിഫൈ. ശരിയാണ്, നമ്മളത് വെരിഫൈ ചെയ്യാനുണ്ട്, നമ്മൾ അന്വേഷിക്കാനുണ്ട്, കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട് എന്നുള്ള രീതിക്ക് അവിടെ പെൻഡിങ് പോലെ അത് വെക്കും. മനസ്സിലായോ? അപ്പൊ ഈ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെ 3 രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് അവർക്കുടെ റെസ്പോൺസ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ അപ്രൂവൽ ആകാം, പച്ച ഉണ്ടാവും, പച്ചയില് ടിക്കറ്റ് എന്താ, അപ്രൂവൽ, അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അത് അവര് ഡിനൈൽ, ക്യാൻസൽ ചെയ്യും, നിഷേധിക്കും. അല്ലെങ്കിൽ അവര് പറയാണ് ഫോർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പെൻഡിങ് വെച്ചേക്കാണ്. 3 രീതിയിലുള്ള റെസ്പോൺസ് കൊടുക്കും. ഇവിടെ വരെ മനസ്സിലായോ? ഓക്കെ ആണോ നോക്കിയേ, കസ്റ്റമർ ഹോസ്പിറ്റലിലെത്തി, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനെ സമീപിച്ചു,
ഹോസ്പിറ്റല് കസ്റ്റമർ കൊടുത്ത ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ട് ബജാജ് അലയൻസ് കമ്പനിയിലേക്ക് അയച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, ബജാജ് അലയൻസ് കമ്പനി ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയ ഡീറ്റെയിൽസ് അവരും വെരിഫൈ ചെയ്തിട്ട് തിരിച്ച് അവർക്കുടെ റെസ്പോൺസ്, ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ റെസ്പോൺസ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് അയക്കും. അത് 3 രീതിയിലാകാം. ഒന്നിൽ അപ്രൂവൽ ആകാം, അല്ലെങ്കിൽ ഡിലേയിലാകാം, അല്ലെങ്കിൽ ക്യൂറി ആകാം. അതായത് പെൻഡിങ് വെച്ചേക്കാണ്, കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ആക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കി അപ്രൂവ്ഡ് ആണെങ്കിൽ, എന്താ? അപ്രൂവ്ഡ് ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് നേരെ അപ്രൂവ്ഡ് ലെറ്റർ കൊടുക്കും. നിങ്ങളൊന്നും പേടിക്കണ്ട, നോക്കിക്കോ. ഓക്കെ, ഇതെല്ലാം ഓക്കെ ആണ്. അപ്രൂവ്ഡ് ലെറ്റർ അവിടെ കൊടുക്കാണ്. സെൻഡ് ബൈ ദ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അപ്രൂവ്ഡ് ലെറ്റർ കൊടുക്കും. അപ്രൂവ്ഡ് ലെറ്റർ കൊടുത്തു കഴിയുമ്പോൾ എന്താ, ഹോസ്പിറ്റല് അഡ്മിറ്റ് ദ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും ക്യാഷ്ലെസ് പേഷ്യന്റ് ആയിട്ട്. പിന്നെ പേഷ്യന്റിന് അതിന് പൈസയൊന്നും മേടിക്കണ്ട അല്ലെ, എല്ലാരും നമ്മള് ഓക്കെയാണ് അവിടെ. ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു മേടിക്കണ്ട, ഞങ്ങൾ ഇത് വലിച്ചോളാം, ഇത് ഓക്കെയാണ്, ഡോക്യുമെന്റ് ഒക്കെ എല്ലാവരും ഓക്കെയാണ്, ക്ലിയർ ആണ് എന്ന് അവര് തിരിച്ച് അപ്രൂവ്ഡ് ലെറ്റർ കൊടുക്കുമ്പോൾ ഹോസ്പിറ്റല് പേഷ്യന്റിനെ എങ്ങനെ ക്യാഷ്ലെസ് പേഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. അതായത് അവർക്കപ്പൊ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കണ്ടോ. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ദ പേഷ്യന്റ്, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നു വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ്. വേറെ പൈസയൊന്നും വേണ്ടല്ലോ, ഡെപ്പോസിറ്റ് ഒന്നും കൊടുക്കണ്ട. ആൻഡ് പ്രൊവൈഡ്സ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. എന്നിട്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി എന്നിട്ട് നോക്കിയേ, പേ non-medical expenses and co-payments before discharge from the hospital. എന്നിട്ട് അവരെന്ത് ചെയ്യും, പേ നോൺ മെഡിക്കൽ എക്സ്പെൻസ് കൂടി എടുക്കുന്നുണ്ടാവും, മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബിഫോർ ആൻഡ് കോ പേയ്മെന്റ്സ് ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. കോ പേയ്മെന്റ്സുകള് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ, അതായത് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളും കൂടി എടുക്കേണ്ടത് കേട്ടോ. കോ പേയ്മെന്റ്സ് ബിഫോർ ദ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇനി ഡിനൈൽ ലെറ്റർ ആണെങ്കിൽ എന്ത് പറ്റും? ഡിനൈൽ ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഡിനൈൽ ലെറ്റർ കൊടുത്തേ. അപ്പൊ ഹോസ്പിറ്റൽ എന്താ ചെയ്യേ? ഹോസ്പിറ്റൽ പേഷ്യന്റ് അയ്യോ ഇവിടെ ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ല, അപ്രൂവൽ കിട്ടിയില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ പേഷ്യന്റിനെ വിടുവോ? ഇല്ല, അവരെന്ത് ചെയ്യും? അപ്പോഴും അവര് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ദ പേഷ്യന്റ് ആസ് എ ക്യാഷ് പേഷ്യന്റ് ആയിട്ട്, ക്യാഷ് പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുക്കും, പക്ഷെ പൈസ കൊടുക്കണം അല്ലെ. അങ്ങനെയല്ല വരിക. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ദ പേഷ്യന്റ് ആസ് എ ക്യാഷ് പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യും. ആൻഡ് ദ പേഷ്യന്റ് ഹാസ് ടു പേ ദ ബിൽ. എന്ത് ചെയ്യണം? പേഷ്യന്റ് ബില്ല് ഹോസ്പിറ്റലിൽ കൊടുക്കണം, ബില്ല് മുഴുവനും പേഷ്യന്റ് അടയ്ക്കണം. അത്രേ ഉള്ളൂ കാര്യം. അവിടെ അഡ്മിറ്റ് ചെയ്യാതെ അയ്യോ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ അവര് വിടുവൊന്നുമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. പക്ഷെ ക്യാഷ് പേഷ്യന്റ് ആയിട്ടാണ് എല്ലാ ബില്ലുകളും പേഷ്യന്റ് അവിടെ അടയ്ക്കണം. എന്നിട്ട് നോക്കിയേ, എന്നിട്ട് എന്താ അടുത്തത്? ക്ലൈം ഫോർ റീഎംബേഴ്സ്മെന്റ്. ക്ലൈം ഫോർ റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടവ്. അപ്പൊ ഉണ്ടല്ലോ എന്ത് ചെയ്യാന്നറിയോ, ഇനി വീണ്ടും ആ ക്ലൈം ഒന്ന് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ക്ലൈം ചെയ്യാം. അതായത് നമുക്ക് അവിടെ തെറ്റിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം. നമ്മളിപ്പോ ഓൾറെഡി ഹോസ്പിറ്റലിലെ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്താണ് ഇൻഷുറൻസ് ഒന്നുകൂടി നമുക്കത് ഇൻഷുറൻസ് കമ്പനി സെൻഡ് ചെയ്യാം. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇല്ലാത്തോട്ടോ അല്ലെങ്കിൽ എന്താണ് ക്ലിയറൻസിന് ഒരു ചാൻസ് ഉണ്ട്, അവിടെ ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ കൊടുക്കാം കേട്ടോ. തിരിച്ചടവിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ക്ലൈം ചെയ്യാം. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീണ്ടും കറക്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ക്ലൈം എമൗണ്ട് മേടിക്കാം. മിസ്റ്റേക്ക് ഒക്കെ നോക്കിട്ടെ. പിന്നെ അതിനിപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ അടിച്ചിരുന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ അതൊക്കെ നോക്കി ഓക്കെ ആക്കി കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നമുക്ക് പൈസ തരും. അപ്പൊ പൈസ നമുക്ക് എടുക്കാലോ അല്ലെ. ആ രീതിയിൽ വീണ്ടും അവിടെ നമുക്ക് മിസ്റ്റേക്ക് ശരിയാക്കി ക്ലൈം ചെയ്യാനുള്ള തിരിച്ചടവിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ക്ലൈം ചെയ്ത് ക്ലൈം റിജക്ട് ചെയ്ത എന്തുകൊണ്ടാണ് ആ ക്ലൈം റിജക്ട് ആയത്, എന്തുകൊണ്ട് റിജക്ട് ആയി പോയി എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീണ്ടും കറക്റ്റ് ചെയ്ത് നമുക്ക് ക്ലൈം മേടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് അവിടെ നമ്മൾ പറഞ്ഞ പെൻഡിങ് വെച്ചേക്കാണ്. മൂന്നാമത്തെ എന്താണ്? ക്വാറിയാണ്. ക്വാറി എന്ന് പറഞ്ഞാൽ ഫിറ്റിങ്. അതായത് അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അപ്പൊ അതായത്
the query letter sent by the Bajaj Alliance. Our lecturer and the Bajaj Alliance ഹോസ്പിറ്റലിലേക്ക് കൊടുക്കും. അപ്പൊ ഡോക്ടറിനോടൊക്കെ ആളുകൾ ചോദിച്ച് അയാൾക്ക് ക്ലൈമിന് അർഹതയുണ്ടോ, ആ ഇൻഷുറൻസ് കമ്പനി തന്നെ ഹോസ്പിറ്റലിനോട് ഒന്നോടെ പിന്തിക്ക് പോലെ വെച്ചേക്കായിരുന്നു അവര്. അപ്പൊ ഡോക്ടറിനോടൊക്കെ കാര്യങ്ങൾ ചോദിച്ച് അയാൾക്ക് ക്ലൈമിന് അർഹതയുണ്ടോ എന്ന് മനസ്സിലാക്കി അങ്ങനെ ഡോക്ടർ ഇതിന് പറയാണ്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ എന്തെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ട് ക്ലൈമ് ഒക്കെയാണ്, അയാള് ക്ലൈമിന് അർഹതയുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യമാണ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ അത് അപ്രൂവൽ തന്നെ ആക്കാം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഡിനൈ ചെയ്യാം. അതിനത് വേണ്ട, പറ്റില്ല, ഒട്ടും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാണ് അവിടെ. ഓക്കെ, ക്ലിയർ ആയെന്ന് നോക്കിയേ, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ എന്താണ് ആ പ്രോസസ് നടത്തിയിട്ട്. ഈ രീതിയിലായിരിക്കും ബജാജ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് നടത്തുന്നത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ലാസ്റ്റ് ഒരു കുഞ്ഞ് സെക്ഷനും കൂടെ ഉള്ളൂ. ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസാ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ വേറെ നിങ്ങൾക്ക് എന്താ മിസ്റ്റേക്ക് പറ്റേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു ഡ്യൂട്ടി മാത്രമേ പഠിക്കാവുള്ളൂ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ കോമൺ സെൻസ് ഉള്ള ആർക്കും വേഗം എഴുതാം, ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജറിന്റെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. വേറെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറെ പഠിക്കാണ്ടെങ്കിൽ ഓക്കെ അല്ലെ. അപ്പൊ അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നോക്കിയേ, റെസ്പോൺസ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി അത് പറയണ്ടല്ലോ. ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണ്. ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജർ. അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയാൽ, റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് and designing, implementing and training hospital staff on insurance protocol. Who is responsible for supervising the insurance operations and designing? First sentence അതൊന്ന് നോട്ട് ചെയ്തോ. അതായത് നമുക്കറിയാം ആരാണെന്നുള്ളത് നമുക്കറിയാം, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ഇത് വേണ്ട. എന്താണ് നമ്മുടെ ഇൻഷുറൻസ് പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നു, ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾ. ഇൻഷുറൻസ് പ്രോട്ടോകോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ പരിശീലിപ്പിക്കുന്നു, അവരെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നു, ഇൻഷുറൻസ് ഓപ്പറേഷൻസ് ഇതിന്റെ എല്ലാത്തിന്റെ മേൽനോട്ടം, സൂപ്പർവിഷൻ. ഇതിലേക്ക് ഇൻഷുറൻസിന്റെ പ്രവർത്തനങ്ങള്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ, അതിന്റെ ഡിസൈനിങ്, ഇംപ്ലിമെന്റ്, നടപ്പിലാക്കല്, അതുപോലെ ട്രെയിനിങ്, ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ട്രെയിനിങ്, അതിന്റെ ഉള്ള സൂപ്പർവിഷൻ, ഇതെല്ലാവരും ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് patients and customers of the hospital. Supervise the administration of medical services. Supervise ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. Administration of medical services to insurance and corporate patients and customers of the hospital. Supervise ചെയ്യുക administration medical services അതിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഒരു മേൽനോട്ടം, മെഡിക്കൽ സർവീസിന്റെ അതിന്റെ ഒരു നടത്തിപ്പ്, അതിന്റെ ഒരു സൂപ്പർവിഷൻ. പേഷ്യൻസിന്റെ, കസ്റ്റമേഴ്സിന്റെ, ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ, കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഇൻഷുറൻസ്, കോർപ്പറേറ്റ്, മെഡിക്കൽ സർവീസ്, ഇതിന്റെയൊക്കെ മൊത്തത്തിലുള്ള ഒരു മേൽനോട്ടം. ഇനി അടുത്ത മൂന്നാമത്തെയാണ് പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിം. പേഷ്യൻസിന്റെ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസിംഗ്, അതിനെ മേൽനോട്ടം വഹിക്കുന്നു, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിം, പേഷ്യൻസിന്റെ ഇൻഷുറൻസ് ക്ലെയിംസ് അതിന്റെ പ്രോസസിംഗ് നടപ്പിലാക്കുന്ന അതിനുള്ള ഒരു മേൽനോട്ടം. Then effective collaboration with the insurance companies, ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു സഹകരണം, എഫക്റ്റീവ് കൊളാബറേഷൻ.
ഒരു ഫലപ്രദമായിട്ടുള്ള എഫക്റ്റീവ് ഫലപ്രദമായിട്ടുള്ള ഒരു സഹകരണം ആരുമായിട്ട്? ഇത് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സഹകരണം, കൊളാബറേഷൻ. അടുത്ത പോയിന്റ് നോക്കിയാൽ ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. മാക്സിമൈസ് ചെയ്യുക, പേഷ്യന്റിന്റെ സംതൃപ്തി മാക്സിമൈസ് ചെയ്യുക, പരമാവധിയാക്കുക. ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി പരമാവധിയാക്കുക, മാക്സിമൈസ് ചെയ്യുക. അടുത്ത് നോക്കിയേ ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്ത് ചെയ്യുക? എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മെച്ചപ്പെടുത്തുക. എന്താ മെച്ചപ്പെടുത്തുക? The image of the hospital. ഹോസ്പിറ്റലിന്റെ ഇമേജ് മെച്ചപ്പെടുത്തുക. To enhance the image of the hospital. ഹോസ്പിറ്റലിന്റെ ഇമേജ് മെച്ചപ്പെടുത്തുക, എൻഹാൻസ് ചെയ്യുക. To enhance the image of the hospital. ഹോസ്പിറ്റലിന്റെ ഇമേജ് മെച്ചപ്പെടുത്തുക. അടുത്ത നോക്കി to reduce insurance claims to ensure accuracy according to the agreement. ടു റിവ്യൂ ചെയ്യുക എന്ന് വെച്ചാൽ അവലോകനം ചെയ്യുക. ഇൻഷുറൻസ് ക്ലെയിമുകൾ റിവ്യൂ ചെയ്യുക, അവലോകനം ചെയ്യുക. എന്തിനു വേണ്ടി? ടു എൻഷുർ അക്യുറസി, അതിന്റെ കൃത്യത. അക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യത. അതായത് നമ്മുടെ അക്കോർഡിംഗ് ടു എഗ്രിമെന്റിന് അനുസൃതമായിട്ട് ആ ഇൻഷുറൻസിന്റെ കൃത്യത അത് ഉറപ്പാക്കാൻ ഇൻഷുറൻസ് ക്ലെയിമുകള് അവലോകനം ചെയ്യുക. എഗ്രിമെന്റിന് അനുസൃതമായിട്ട് ആ ഇൻഷുറൻസിന്റെ കൃത്യത ഉറപ്പാക്കാൻ ഇൻഷുറൻസ് ക്ലെയിമുകൾ റിവ്യൂ ചെയ്യുക. ടു റിവ്യൂ ഇൻഷുറൻസ് ക്ലെയിംസ്. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാലും മതി. ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു മാനേജ്മെന്റ്. റിപ്പോർട്ട് ചെയ്യുക. ക്രിട്ടിക്കൽ ഇഷ്യൂസ് മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക. ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ക്രിട്ടിക്കൽ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുക. അടുത്ത് നോക്കിയേ ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്. മന്ത്ലി റിപ്പോർട്ടുകൾ ഒരു മാസം അവസാനം ഒരു റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ. മന്ത്ലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ഇൻഷുറൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മള് എന്താണ് മന്ത്ലി റിപ്പോർട്ട് മാസം അവസാനം അത് കണക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമല്ലോ. അങ്ങനെയുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അടുത്ത നോക്കിയാൽ ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി. ടു അറ്റൻഡ് അതിൽ പങ്കെടുക്കുക, ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ. ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണൽ ആയിട്ടോ എക്സ്റ്റേണലിയോ എന്താണ് ഇൻഷുറൻസ് പ്രസന്റേഷൻ അത് അറ്റൻഡ് ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. To attend and organize the insurance presentation, either internally or externally. അടുത്ത നോക്കിയാൽ to conduct departmental meetings weekly. ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ വീക്കിലി ആഴ്ച അവസാനം ഒക്കെ ആയിട്ട് ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. വീക്കിലി, എല്ലാ ദിവസവും ഒന്നും വേണ്ട, വീക്കിലി മതി. ആഴ്ച അവസാനം ഒക്കെ ഒരു മീറ്റിംഗ് വെക്കുക. പിന്നെ അടുത്ത് നോക്കിയാൽ ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആൻഡ് റിജക്ഷൻ. ഇൻഷുറൻസിന്റെ ഇളവുകൾ, ഡിസ്കൗണ്ടുകൾ, റിജക്ഷൻ ഇതൊക്കെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആൻഡ് റിജക്ഷൻ. ഇൻഷുറൻസിന്റെ ഡിസ്കൗണ്ടുകൾ, റിജക്ഷൻ അതൊക്കെ നിരീക്ഷിക്കുക. എത്ര എണ്ണം റിജക്ട് ആയിട്ടുണ്ട്, എത്ര എണ്ണത്തിന് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കാം. ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ up to date on the system. To make sure that insurance schemes are up to date on the system. Hospital information system, hospital computer system, insurance scheme correct up to date ചെയ്യുക. up to date ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. To make sure ഉറപ്പുവരുത്തേണ്ടതാണ്. The insurance schemes are up to date on the system. സിസ്റ്റത്തില് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയേ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ? To provide required training to staff under supervision. To provide required ആവശ്യത്തിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക ടു സ്റ്റാഫിന് അണ്ടർ സൂപ്പർവിഷൻ. അതായത് ആ കീഴിലുള്ള സ്റ്റാഫുകളില്ലേ ആണ്
മേൽനോട്ടത്തിലുള്ള ആ സ്റ്റാഫുകള് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക, ആവശ്യത്തിനുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. ആ ഓരോന്നിന്റെ സെക്ഷനിൽ വരുന്ന സ്റ്റാഫുകള് ഈ സൂപ്പർവിഷനിൽ ആവശ്യത്തിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. Then assume new responsibilities as and when needed. ഇനി പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക, അസ്യൂം ചെയ്യുക. ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻഡ് വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ പുതിയ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റെടുക്കുക, അസ്യൂം ചെയ്യുക. ഇത്രയാണ് ഒരു ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി വന്നത്. എല്ലാത്തിലും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാം. റെസ്പോൺസിബിലിറ്റി ആർക്കുള്ള റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉള്ള പോയിന്റ്സ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി. നിങ്ങള് പെട്ടെന്ന് ഓരോന്നൊന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി വേഗം ഒന്ന് ഓടിച്ച് പറയാം. എന്നിട്ട് നമുക്ക് എത്രയേ ഉള്ളൂ, പെട്ടെന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ എഴുതാൻ പറ്റും, ബൈഹാർട്ട് ചെയ്യണ്ട. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഞാൻ പറയാറുണ്ടല്ലോ, റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. എന്തായാലും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആകെ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമേ പഠിക്കാവുള്ളൂ, ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ. അപ്പൊ അല്ലെങ്കിൽ മാനേജർ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വേഗം നിങ്ങൾക്ക് എഴുതാം, ഒരു കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദി ഇൻഷുറൻസ് ഓപ്പറേഷൻസ്. ഇൻഷുറൻസിന്റെ പ്രവർത്തനങ്ങള്, അതിന്റെ ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇതിനെയൊക്കെ മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ് അതിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും അതിന്റെ മേൽനോട്ടം. പിന്നെ അടുത്തത് അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ സർവീസസ്, അതിന്റെ സൂപ്പർവൈസ് മേൽനോട്ടം. പിന്നെ പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലൈം പ്രോസസ്സിംഗ് കാര്യങ്ങള്, പ്രോസസ്സിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലൈമുകള്. പിന്നെ അടുത്തത് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള സഹകരണം. നല്ലൊരു കണക്ഷൻ വേണം അല്ലെ, ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് നല്ലൊരു കണക്ഷൻ വേണം. അടുത്ത നോക്കിയ ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി പരമാവധിയാക്കുക, മാക്സിമൈസ് ചെയ്യുക. അടുത്ത നോക്കിയ ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ, എൻഹാൻസ് ചെയ്യാൻ, മെച്ചപ്പെടുത്തുക, ഹോസ്പിറ്റലിന്റെ ഇമേജ് മെച്ചപ്പെടുത്തുക. പിന്നെ അടുത്തത് എന്താണ്, ടു റിവ്യൂ ദ ഇൻഷുറൻസ് ക്ലൈം, ഇൻഷുറൻസ് ക്ലൈമുകൾ അവലോകനം ചെയ്യുക. എങ്ങനെ, ടു എൻഷുർ ആക്യുറസി, കൃത്യത നമ്മൾ ഉറപ്പുവരുത്തണം. അക്കോർഡിംഗ് ടു എഗ്രിമെന്റ് പ്രകാരം അതിന്റെ ആക്യുറസി ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയിട്ട് ഇൻഷുറൻസ് ക്ലൈമുകൾ റിവ്യൂ ചെയ്യുക. പിന്നെ അടുത്താണ് റിവ്യൂ റിപ്പോർട്ട്, ക്രിട്ടിക്കൽ ഇഷ്യൂ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക, ക്രിട്ടിക്കൽ ഇഷ്യൂസ് മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്താണ് ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്, മന്ത്ലി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. അടുത്തതാണ് ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ, ഇന്റേണലി ഓർ എക്സ്റ്റേണലി, ഇന്റേണൽ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ ഇൻഷുറൻസ് പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക. പിന്നെ അടുത്തത് ഡിപ്പാർട്ട്മെന്റ് മീറ്റിങ്ങുകൾ വീക്കിലി കണ്ടക്ട് ചെയ്യുക. പിന്നെ ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകൾ, അതിന്റെ റിജക്ഷൻ, ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യുക. പിന്നെ അടുത്തത് എന്താണ്, ടു മേക്ക് ഷുവർ ദാറ്റ്, ഉറപ്പുവരുത്തണം ഇൻഷുറൻസ് സ്കീംസുകൾ അപ് ടു ഡേറ്റ് ആണ്, സിസ്റ്റത്തില് എല്ലാ ദിവസത്തെയും കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ ട്രെയിനിങ്ങുകൾ, മതിയായ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പുതിയ റെസ്പോൺസിബിലിറ്റീസ് ആവശ്യമെങ്കിൽ അത് ഏറ്റെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചത്.
അപ്പൊ എനിക്ക് അസ്യൂം ചെയ്ത് തന്ന പോർഷൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ എടുത്തേന്ന് ഓർമ്മയുണ്ടോ? ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു നമ്മള്? തേർഡ് ഫോർത്ത് മൊഡ്യൂള് ഓർക്കുന്നുണ്ട് എന്ന് പറയട്ടെ അല്ലെ? തേർഡ് മൊഡ്യൂള് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ ആണോ? ഹൗസ് കീപ്പിംഗ് ആണല്ലേ? ശരി ശരി, ഓക്കെ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ആണല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ആണ് എടുത്തത്. അടുത്തത് ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ എടുത്തത് മെഡിക്കൽ ഇൻഷുറൻസ്, ഹൗസ് കീപ്പിംഗ് സർവീസസ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ കെയർ സിസ്റ്റം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? എത്രയല്ലേ നമ്മൾ എടുത്തത്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും ചാപ്റ്റർ എടുത്തില്ലേ? നോക്കിയേ, ഒന്നുകൂടെ നോക്കിയേ. ഫോർത്ത് മൊഡ്യൂളില് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കിയേ? മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു, ഹൗസ് കീപ്പിംഗ് എടുത്തു, സെൻട്രലൈസ്ഡ് മെഡിക്കൽ കെയർ സിസ്റ്റം എടുത്തു, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? ഇത്രയും കംപ്ലീറ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഫോർത്ത് മൊഡ്യൂളില് എത്ര ചാപ്റ്റർ ഇനി എടുക്കാനുള്ളത് ഒന്ന് പറഞ്ഞു. ഫോർത്ത് മൊഡ്യൂളില് എത്ര ചാപ്റ്റർ നിങ്ങൾക്ക് എടുക്കാനുണ്ട്? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പൊ ടീച്ചേഴ്സ് എടുക്കും. ഒന്നോടെ പറഞ്ഞേടാ, ഒന്ന് മെസ്സേജ് ഇട്ട്. എത്ര ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഫോർത്ത് മൊഡ്യൂളിൽ എടുക്കാനുള്ളത്? ഫോർത്ത് ചാപ്റ്റർ എടുക്കാൻ എത്രയാ? 6, 7, 9, 11 അത്രയാണോ? 4 ഉണ്ടോ? 4 എടുക്കാണ്ടോ? എടുക്കുമെന്ന് പറഞ്ഞത് 4 കൂടി ആദ്യ മിസ് എടുക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയണമെന്ന് നിങ്ങളോട് ഒന്നോടെ നോക്കിയേ. ഇതിനകത്ത് നമുക്ക് ഇൻഡെക്സ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. എനിക്ക് അറിയാം. നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് 4, 6, 7, 9, 11 ആണോ? മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് തുടങ്ങിയിട്ടില്ല അല്ലെ? അതെ മിസ് അത് തുടങ്ങും. ഈ പഠിത്ത തുടങ്ങും. ഓക്കെ. പിന്നെ 6th ഏതാ? ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതുണ്ട്. പിന്നെ അടുത്തത് 7ാമത്തെ ക്വാളിറ്റി മാനേജ്മെന്റ് ആണോ? അത് നിങ്ങൾക്ക് എടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്? യെസ്, എടുത്തിട്ടില്ല. പിന്നെ 9 ഏതാ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അത് എടുക്കാനുണ്ട്. പിന്നെ 11 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ളത് അല്ലെ? യെസ്. ഓക്കെ, ഇനി അപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ അതിനകത്ത് 11ാമത്തെ ചാപ്റ്റർ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ 11ാമത്തെ. കുഴപ്പമില്ലല്ലോ അല്ലെ? ചാപ്റ്റർ ആദ്യം കഴിഞ്ഞാൽ കേട്ടോ. നിങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് വേഗം വേഗം നമുക്ക് പോർഷൻസ് തീരുന്നുണ്ട്. മറ്റുള്ള ക്ലാസ്സുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില ക്ലാസ്സൊക്കെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടാണ് തീരുന്നത്. ലാസ്റ്റ് കണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് അവിടെ റിവിഷന് നല്ല സമയമുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റിവിഷൻ ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചാപ്റ്റർ, പിന്നെ 1-2 ചാപ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇവർക്ക് ഏതാണ് എടുക്കാനുള്ളതെന്ന് നോക്കിയിട്ട് അതിലൊരു ചാപ്റ്റർ ഞാൻ എടുക്കാം. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ എടുക്കാം കേട്ടോ. ഞാൻ നല്ല കുട്ടികളാണ്, അതെനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട. പ്രത്യേകിച്ച് ഒരു നിങ്ങൾ ബാക്കി തരുമ്പോൾ ഒരു പോസിറ്റീവ് ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി 11ാമത്തെ ചാപ്റ്റർ ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ. അപ്പൊ നമ്മൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ. നമുക്കറിയാം ഇപ്പൊ ഈ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അല്ലെ? നമ്മളിപ്പോ ക്ലാസ് പോലും നോക്കി നമ്മളിപ്പോ ഈ സിസ്റ്റം ഇല്ല, ഇതിനുള്ള ഒരു ഇതില്ലെങ്കിൽ നമുക്ക് ഇതിന് പറ്റുമോ? എല്ലാവരും ഇവിടെ വന്ന് പഠിക്കേണ്ട വരും. നമുക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ. അപ്പൊ കമ്പ്യൂട്ടർ ഇപ്പൊ നിങ്ങളൊരു ചെറിയൊരു കടയിൽ ചെന്ന് നോക്കിയാൽ പോലും ഇപ്പൊ ആരും കണക്കൊന്നും കയ്യിലൊന്നും കൂട്ടിയെഴുതോ ബുക്കിലൊന്നും കൂട്ടുന്നില്ല. എല്ലാം സിസ്റ്റത്തിലാണ് അല്ലെ? ബില്ലുകള് കാര്യങ്ങള് എല്ലാവരും കടയിൽ കയറിയ ഒരു ഷോപ്പിൽ കയറി, തുണിക്കടയിൽ കയറിയ, വേറെ ഒരു പലചരക്ക് കയറി കടയിൽ കയറിയ, പച്ചക്കറി കടയിൽ കയറി, എവിടെ കയറിയ അതിന് കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല. അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. എന്തുകൊണ്ടാ? നമുക്ക് വളരെ ഈസിയാണ് അല്ലെ? കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് പേടിക്കണ്ട അതിൽ നിന്ന് പോകുക. നമ്മളൊക്കെ ആണെങ്കിൽ എഴുതി വെച്ച വല്ല ബുക്ക് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി. ഇത് സിസ്റ്റത്തിൽ എപ്പോഴും നമുക്ക് എന്താ, നമുക്ക് അത് പേടിക്കണ്ട. പിന്നെ വളരെ സെക്യൂർ ആണ്. ഇത് ആരും എടുത്തോണ്ടൊന്നും പോകില്ല അല്ലെ? നമുക്ക് സമയം ലാഭിക്കാം. വെരി ഗുഡ്,
കുറെ അഡ്വാൻറ്റേജുകളോട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ ഇത്രയും നമുക്ക് ഉപയോഗിക്കാനും നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ പല പല ഗുണങ്ങളുണ്ട് നമുക്ക്. അപ്പൊ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലാണെങ്കിലും നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ, ശരിയാ, സുരക്ഷിതമാണ്, സെക്യൂർ ആണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, പേടിക്കണ്ട, ആരും എടുത്തോണ്ട് പോകുന്ന വേറെ ഒന്നും വേണ്ട, നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും അല്ലെ, വളരെ കൃത്യമാണ് നമ്മൾ ചെയ്യുന്നത്. വരുമ്പോൾ ചിലപ്പോ കണക്ക് കൂട്ടി വരുമ്പോൾ നമുക്ക് വല്ല പെശക് വരാം, പക്ഷെ സിസ്റ്റത്തിന് പെശക് വരേണ്ട ആവശ്യമില്ല, അക്യുറേറ്റ്, അതിന് കൃത്യതയുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ വന്നതോടുകൂടി എളുപ്പമുണ്ട്. നമുക്ക് അപ്പോയിന്റ്മെന്റ് വരെ നമുക്ക് പെട്ടെന്ന് ഓൺലൈനായിട്ട് ഡീറ്റെയിൽ എടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിസൾട്ടുകൾ പെട്ടെന്ന് നമുക്കത് കിട്ടും അല്ലെ, നമുക്ക് നേരെ നമ്മുടെ ഫോണിലേക്ക് ഒക്കെ സെൻഡ് ചെയ്ത് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ച് അത്യാവശ്യം കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, MS ഓഫീസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, ബേസിക്, ഏറ്റവും ബേസിക് പഠിച്ചവരുണ്ടോ കമ്പ്യൂട്ടർ? അങ്ങനെയാണെങ്കിൽ നല്ല എളുപ്പമാണ്, പഠിക്കാത്തവരും കുഴപ്പമില്ല, നമുക്ക് ഒന്നേന്ന് തുടങ്ങി പഠിക്കാം കേട്ടോ, പേടിക്കൊന്നും വേണ്ട, കമ്പ്യൂട്ടർ അറിയില്ലാത്തവര് പേടിക്കണ്ട. യെസ്, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പഠിച്ചു പോകാം, എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ടച്ച് വിട്ടുപോയി, അതൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അത് ഞാനിപ്പോ MS ഓഫീസും ഇതൊക്കെ കഴിഞ്ഞതാ, ആദ്യം കമ്പ്യൂട്ടർ ആണെങ്കിലും കുറച്ച്, പിന്നെ PGDCA കഴിഞ്ഞതാണ് കമ്പ്യൂട്ടർ. പക്ഷെ അത് കുറച്ച് നാളായി പറഞ്ഞത് നമ്മളത് ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ ഇവിടെ വരുന്നു, ക്ലാസ് എടുക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ആപ്ലിക്കേഷൻസ് ഒന്നും ചെയ്യണം. അത് PGDCA ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് അത്യാവശ്യം അറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ എത്ര വർഷമായി മോന് ഉണ്ടായി കഴിഞ്ഞപ്പോ ആ സമയത്ത് ഇപ്പൊ സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അപ്പൊ ലീവൊക്കെ എടുത്തപ്പോഴേ പിന്നെ കുറച്ച് നാൾ അമ്മയ്ക്ക് സുഖമില്ലാത്ത PGDCA പഠിച്ചിട്ടുണ്ടെന്ന് ഓക്കെ മിന്നു പറഞ്ഞിട്ട്. അപ്പൊ മോൻ അങ്ങനെ ഉണ്ടായി. അപ്പൊ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നമുക്ക് സ്കൂളിലേക്ക് കയറാൻ പറ്റാത്ത ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോ എന്നാ വെറുതെ, അപ്പൊ ഹസ്ബൻഡ് പിന്നെ അത് സപ്പോർട്ടീവ് ആവട്ടെ എല്ലാത്തിനും. അപ്പൊ അത് പറഞ്ഞ മോനെ വെറുതെ ഇരിക്കണ്ട, നീ എന്തായാലും കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം, നമുക്ക് അവിടെ ചെന്നാലും പ്രയോജനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് PGDCAക്ക് മുന്നിൽ തള്ളി ഇട്ടതാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ MS ഓഫീസ് പഠിച്ചതായിരുന്നു നേരത്തെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അധികം വേണ്ട, അത്യാവശ്യം അറിയാലോ, പിന്നെ അധികം അതിന്റെ ഇതില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ആള് തന്നെ ഒരു വർഷത്തെ കോഴ്സായിരുന്നു, അപ്പൊ ആള് തന്നെ തള്ളി വിട്ടതാണ് എന്നെ. അപ്പൊ കുഞ്ഞിതായിരുന്നു ആ സമയത്ത് അങ്ങനെ പോയി ചെയ്ത. പക്ഷെ ഇപ്പൊ ഇത്രയും വർഷമായി, ഇപ്പൊ അവൻ 9th പഠിക്കുന്നു, ഇത്രയും വർഷം നമ്മൾ അധികം വേറെ ഉപയോഗിക്കാതിരിക്കുമ്പോ നമുക്ക് അതിന്റെ ടച്ച് വിട്ടു. ശരിയാ, നമ്മളിത് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും പഠിച്ചവരും പഠിക്കാത്തവർക്കും എല്ലാവർക്കും നമുക്ക് ഒന്നേന്നോടിക്ക് നമുക്ക് പഠിച്ചു പോകാം. പഠിച്ചവർക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്റർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള അവിടെ നമുക്ക് MS ഓഫീസ് പഠിക്കുന്നുണ്ട്, എക്സൽ പഠിക്കുന്നുണ്ട്, പവർ പോയിന്റ് പഠിക്കുന്നുണ്ട്, 3 പഠിക്കുന്നുണ്ട് കേട്ടോ. 3 ആപ്ലിക്കേഷൻ, MS വേർഡ്, എക്സൽ, പവർ പോയിന്റ് 3 പഠിക്കാണ്ട്. ഓക്കെ, വേർഡും എക്സലും പവർ പോയിന്റും പഠിക്കാണ്ട് പിന്നെ നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അത് പഠിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സെക്യൂരിറ്റി. ഇപ്പൊ ഈ കമ്പ്യൂട്ടർ ഫോണിൽ കൂടെയൊക്കെ ആണെങ്കിലും ഒരുപാട് തട്ടിപ്പ് കാര്യങ്ങളൊക്കെ വന്നില്ലേ, ആ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ അങ്ങനെ നല്ലൊരു ചാപ്റ്റർ ആണ്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ. ഓക്കെ, എന്തൊക്കെയാ നോക്കിയേ. ഫസ്റ്റ് നമുക്കൊന്ന് ഒരു ആദ്യത്തെ ചാപ്റ്റർ നോക്കാം, ഒരു പേജ് നോക്കാം. നോക്കിയേ, കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡേറ്റ. നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് അല്ലെ, ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞു ക്ലാസ് മുതൽ വാട്ട് ഈസ് കമ്പ്യൂട്ടർ. എന്താ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്താ? ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്. നമ്മൾ ഇലക്ട്രിസിറ്റി വേണം, ഇലക്ട്രോണിക് ആണ് അല്ലെ, ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ദ ഡിജിറ്റൽ ഡേറ്റ. എന്ത് ചെയ്യുന്നു? ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇപ്പൊ ഇന്നാണെങ്കിലും ക്ലാസ്സിൽ ലൈവിൽ കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരെ കമ്പ്യൂട്ടറിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എക്സാംസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്താ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ റെക്കോർഡാക്കി എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ ആ ഡേറ്റ് എടുത്ത് കഴിഞ്ഞ് ഇവിടെ ക്ലാസ് ഉണ്ട്.
അല്ലെ? അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ, അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ആ ഡേറ്റ് അടിച്ചു കൊടുത്ത് ഏത് ക്ലാസ്സാ വേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഈസി ആയിട്ട് എടുക്കാം. ഒരു കമ്പ്യൂട്ടറിൽ ശേഖരിക്കുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അവിടുന്ന് പോകുന്നില്ല, അല്ലെ? അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം, മെമ്മറിയിൽ സ്റ്റോർ ചെയ്താ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകും, അല്ലെ? നമ്മുടെ മെമ്മറിയിൽ അത്രയും കിട്ടൂല. പക്ഷെ കമ്പ്യൂട്ടറിന് നല്ല മെമ്മറി ഉണ്ട്, അല്ലെ? കമ്പ്യൂട്ടർ ഈ കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഓരോ ഫയലാക്കി നമ്മൾ വെക്കുകയാണ്. അപ്പൊ നമുക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ടൈപ്പ് ചെയ്തിട്ട് നമ്മളൊരു ഫയൽ, നമ്മുടെ ഒരു ഫയലാക്കി കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് ഫയലിന്റെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്ത് അത് അവിടെ കിടന്നോളും, ഒരു സ്ഥലത്തേക്ക് അത് പോകൂല, അല്ലേ? അതാണ് അവിടെ എന്താ, ഇസ് ആൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ദ ഡിജിറ്റൽ ഡേറ്റ. അണ്ടർലൈൻ ചെയ്തോട്ടോ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇസ് ആൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡേറ്റ. They consist of hardware and software components. അപ്പൊ കമ്പ്യൂട്ടറിനുള്ള രണ്ട് ഭാഗങ്ങളാണ്, കമ്പോണൻസ് ആണ്. ഇത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ കമ്പോണന്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉണ്ട്. കമ്പ്യൂട്ടറിനുള്ള രണ്ട് ഭാഗങ്ങളാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അത് രണ്ടും കൂടിയാണ് നമ്മൾ പറയുന്നത്. അത് രണ്ടും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ദാറ്റ് വർക്ക് ടുഗദർ, അത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ടു ക്യാരി ഔട്ട് വേരിയസ് ടാസ്ക്, പല ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്നു. ടു ക്യാരി ഔട്ട് വേരിയസ് ടാസ്ക്, പല ടാസ്കുകൾ അവിടെ എന്ത് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണൻസ് പഠിക്കാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞ എന്താ, കമ്പ്യൂട്ടർ നമ്മൾ പുറമേ കാണുന്ന ഫിസിക്കൽ കമ്പോണന്റ് ആണ്. നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും. എക്സാമ്പിൾ പറയോ, ഒന്നോ രണ്ടെണ്ണോ പറയോ? ഏതാണ് ഹാർഡ്വെയറിന് എക്സാമ്പിള്? സി ആൻഡ് ടച്ച്, ശരിയാ. മൗസ്, മോണിറ്റർ, കീബോർഡ്, ഇതൊക്കെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പാർട്ടാണ്. ഫിസിക്കൽ കമ്പോണന്റ് ആണ് ഹാർഡ്വെയർ. ഇനി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാലോ, അതിനകത്തുള്ള ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെ? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പാർട്സ്, വിൻഡോസ് ഉണ്ട്, അല്ലെ? ലിനക്സ്, അതൊക്കെ നമുക്ക് ഫയലുകളാണ് സോഫ്റ്റ്വെയർ. അപ്പൊ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പോണൻസ് എന്ത് ചെയ്യുന്നു, ദാറ്റ് വർക്ക് ടുഗദർ, ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഓരോ ടാസ്കുകൾ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും മനസ്സിലാക്കി. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അവിടെ ഡിജിറ്റൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞ എന്താ, ഫിസിക്കൽ കമ്പോണന്റ് ആണ്, അതായത് നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും. എക്സാമ്പിൾ ആണ് കീബോർഡ്, മൗസ്, മോണിറ്റർ ഒക്കെ അതിന് എക്സാമ്പിൾ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ എന്താണ്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ആപ്ലിക്കേഷൻസ് ആണ്. വിൻഡോസ്, അല്ലെ? ലിനക്സ്, അതൊക്കെ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ്. താഴെ വന്നിട്ടുണ്ട് കേട്ടോ, എങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഇനി നോക്കിയേ, the fundamental components of a computer consists of a central processing unit, CPU. ഫണ്ടമെന്റൽ കമ്പോണന്റ് ഏതാണ്? CPU ആണ്. CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അണ്ടർലൈൻ ചെയ്തോ? The fundamental component of a computer consists of a central processing unit, പിന്നെ memory unit, input output devices and storage devices. ഇതെല്ലാം ഫണ്ടമെന്റൽ കമ്പ്യൂട്ടർ കമ്പോണൻസ് ആണ്, അതിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ്, ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ, നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള കമ്പോണൻസ് വന്നത്? CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ട്, സ്റ്റോറേജ്. CPU മാത്രമല്ല, ബാക്കി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഏതാണ്, ഫണ്ടമെന്റൽ കമ്പോണൻസ് ആണ്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ കമ്പോണൻസ് വരുന്നത്? സിപിയുന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തോ. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, പിന്നെ മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. ഇത് ഓരോന്നും നമുക്ക് താഴെ പഠിക്കണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഡീറ്റെയിൽ പറയുന്നില്ല. കണ്ടോ, CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ താഴെ പഠിക്കാണ്ട്. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ അതൊക്കെ ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. CPU, മെമ്മറി, ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസുകൾ, സ്റ്റോറേജ് ഡിവൈസസ്. The CPU is set to the brain of the computer. ഇനി കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
CPU ആണ്. അത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡാഷ് ഈസ് സെറ്റ് ടു ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആരാണ് ഇതില്? CPU ആണ്. കുറെ കമ്പോണൻസ് പറഞ്ഞില്ലേ? അതില് CPU-നെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU ആണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ CPU. ഇനി അടുത്തത് നോക്കിയേ, റെസ്പോൺസിബിൾ ഫോർ. ഇനി CPU-ന്റെ എന്താണ് ഉത്തരവാദിത്തം? റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻ. കണ്ടോ, ക്യാരി ഔട്ട് നടപ്പിലാക്കുന്നു. അത് പല നിർദ്ദേശങ്ങള്, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങള്, കാൽക്കുലേഷൻസ്, ഇതൊക്കെ നടപ്പിലാക്കുന്ന ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആരാണ്? CPU. അതുകൊണ്ടാണ് ബ്രെയിൻ. ഇപ്പൊ നമ്മളോട് നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന ആരാ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ അല്ലേ? നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോ ഇച്ചിരി വെള്ളം കുടിക്കാൻ തോന്നും, നമ്മൾ വേഗം തന്നെ ആരാ പറയണേ? നമ്മളോട് ബ്രെയിനാ നമുക്ക് പറഞ്ഞു തന്നെ അല്ലേ? ഇരിക്കുക, വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഫോൺ നോക്കുക, സിനിമ കാണുക, ഉറങ്ങണം. ഈ കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ CPU ആണ്. അപ്പൊ CPU എന്താ ചെയ്യുന്നേ? അവിടെ CPU is responsible for carrying out instructions and performing calculation. ആ നിർദ്ദേശങ്ങള്, കാൽക്കുലേഷൻസ്, ഇതൊക്കെ നടപ്പിലാക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? CPU-നാണ്. അതുകൊണ്ടാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. കണ്ടോ, കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് CPU. അതുകൊണ്ടാണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇനി അടുത്തതാണ് മെമ്മറി. Memory stores the data and instruction and perform the calculation. Memory പേരിന്ന് തന്നെ അറിയാം. മെമ്മറി എന്താ ചെയ്യുന്നേ? stores data and instruction. ഡേറ്റാസ്, കമ്പ്യൂട്ടറിലെ ഡേറ്റാസ്, ഇൻസ്ട്രക്ഷൻ, ഇതൊക്കെ ശേഖരിച്ചു വെക്കുന്ന ആളാണ് മെമ്മറി എന്ന് പറയുന്നത്. ആൻഡ് പെർഫോം കാൽക്കുലേഷൻ, കാൽക്കുലേഷൻസ് നിർവഹിക്കുന്നു. അതിന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഡാഷ് സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ആരാണ് സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റോർ എന്ന് പറയുമ്പോൾ അറിയാം, മെമ്മറി ആണ് സ്റ്റോർ ചെയ്യുന്നത്. Memory store the data and the instruction that the CPU requires to access quickly. CPU-നെ ഈ കാര്യങ്ങൾ വേഗത്തിൽ അസസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഡേറ്റാസ്, നിർദ്ദേശങ്ങളും ഒക്കെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. ആരെ സഹായിക്കാനാ? CPU-നെ. CPU-നെ വേഗത്തിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, CPU-നെ വേഗത്തില് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മെമ്മറി അവിടെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. കണ്ടോ, ഹെൽപ്പർ പോലെയാണ് മെമ്മറി അവിടെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. Then memory stores data and instruction that the CPU requires to access quickly. ആർക്ക് വേണ്ടിയാ? CPU-ന് വേഗത്തില് ഡേറ്റ അസസ് ചെയ്യാൻ വേണ്ടി ഈ മെമ്മറി അവിടെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. Input or output devices make the user to able interact with the computer. ഇനി നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ആരാ അവിടെ ഉള്ള? ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് such as through a keyboard and mouse. അല്ലെ? ഇനി നമുക്ക് കമ്പ്യൂട്ടറിനോട് എനിക്ക് ഇവിടെ ഒരു കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക് കാൽക്കുലേഷൻ 2x3 എത്രയാ? കമ്പ്യൂട്ടറെ 2x3 എന്ന് വെച്ചാൽ പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ എന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് പറഞ്ഞു തരുമില്ല. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ വേഗം എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷെ കമ്പ്യൂട്ടറിന് നമ്മളുടെ ലാംഗ്വേജ് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഏതിൽ കൂടിയാണ് വിവരങ്ങൾ കൊടുക്കുന്നത്? ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് വഴി. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അകത്തേക്ക്, കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് വിവരങ്ങൾ കൊടുക്കുന്നത്. അത് അങ്ങനെയുള്ള ഡിവൈസ് ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അല്ലെ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അകത്തേക്ക്. നമ്മൾ അകത്തേക്ക് എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ നമുക്ക് കീബോർഡിൽ ചെയ്യാം, കീബോർഡ് വഴി ചെയ്യാം. അല്ലെ? ഇൻപുട്ട് ഡിവൈസ് ആണ് പഠിക്കാൻ കേട്ടോ. ഇൻപുട്ട് ഡിവൈസ് താഴെയുണ്ട്. ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ആണ് കീബോർഡ്, മൗസിൽ കൂടെ കൊടുക്കാം, കീബോർഡിൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ്. ഇനി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ തിരിച്ചു USB ശരിയാ. ഇനി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ചു തന്നെ
ഞാൻ ചോദിച്ചു 2 into 3 എത്രയാണെന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ കീബോർഡിൽ അടിച്ചു കൊടുത്തപ്പോൾ കമ്പ്യൂട്ടർ ആൻസർ എനിക്ക് കാണിച്ചു തരുന്നത്. കമ്പ്യൂട്ടർ തിരിച്ചു തന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ നമുക്കത് കൈമാറൂലേ, അതാണ് അല്ലേ. മക്കള് പഠിക്കുന്നുണ്ട് എന്ന് ഹസീൻ ഇട്ടില്ല. അപ്പൊ ഇടയ്ക്ക് നമ്മൾ അപ്പൊ കൊച്ചുങ്ങളെ പഠിപ്പിക്കുമ്പോ അറിയാല്ലേ, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ വിവരങ്ങൾ നമുക്ക് തരുന്ന പുറത്തേക്ക് തരുന്നത്. എക്സാമ്പിൾ ഏതാ? മോണിറ്റർ അല്ലേ. മോണിറ്റർ മോണിറ്റർ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് വിവരം തരിക, നമ്മുടെ സ്ക്രീനിൽ കാണുകയല്ലേ അല്ലേ, അതാണ് മോണിറ്റർ. ഓക്കെ, ഡീറ്റെയിൽസ് താഴെ ഉണ്ട്, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ. അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസുകൾ, കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ കമ്പ്യൂട്ടർ നമുക്ക് തരുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകൾ വഴിയാണ്. അത് എന്തിനാണ്? കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട്, such as through a keyboard and mouse. ഇനി അടുത്തതാണ് സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ദ ഡേറ്റ ആൻഡ് പ്രോഗ്രാം ഫോർ ലോങ് ടേം യൂസ്. ദീർഘകാല ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഡേറ്റാസ്, പ്രോഗ്രാം ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് സ്റ്റോറേജ് ഡിവൈസസ്. അണ്ടർലൈൻ ചെയ്തു വെച്ചോ. സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ദ ഡേറ്റാസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ലോങ് ടേം യൂസ്. ഇനി അടുത്തതാണ്, അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് പ്രവർത്തിക്കണ്ടേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ ദ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഏതാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടറിലുള്ള പല ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ വരുന്നതാണ്. ദാറ്റ് അലൗ ദ കമ്പ്യൂട്ടർ ടു പെർഫോം ദ സ്പെസിഫിക് ടാസ്ക്. കമ്പ്യൂട്ടറിന് പല ടാസ്കുകൾ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കമ്പ്യൂട്ടർ തിരിച്ചത് കറക്റ്റ് ആക്കി തരുന്നില്ലേ? ആ കാൽക്കുലേഷൻസ്, ആ ടാസ്കുകള് അത് കമ്പ്യൂട്ടർ എന്തിന്റെ സഹായത്തോടെ ഈ ആപ്ലിക്കേഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ അല്ലെ, സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ ദ സോഫ്റ്റ്വെയർ. അപ്പൊ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പല ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള പല ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയർ സിസ്റ്റംസ്, ഇതൊക്കെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ്. ദാറ്റ് അലൗ, അതെന്തിനെ അനുവദിക്കുന്നു? ദ കമ്പ്യൂട്ടർ ടു പെർഫോം ദ സ്പെസിഫിക് ടാസ്ക്. കമ്പ്യൂട്ടറിന് പല ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ഓക്കെ, അത്രയാണ് ഫണ്ടമെന്റൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാലൻസ് കണ്ടിന്യൂസ് ഒന്ന് നോക്കാം. പേടിക്കണ്ട, അതിന്റെ താഴെ ഇതിന്റെ ഡീറ്റെയിൽ വീണ്ടും പഠിക്കേണ്ടത് നമ്മൾ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, കണ്ടോ, സ്റ്റോറേജ്, ഇൻപുട്ട്, ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഡീറ്റെയിൽ താഴെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നാമത്തെ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാലൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു.